ജസ്റ്റ് ഒരു വയലൻസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. ബ്രൂട്ടൽ വയലൻസ്, അതാണ് മാർക്കോ. ഒരു ഇന്ത്യൻ മൂവീസിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് കിടിലം വയലൻസ് സീക്വൻസ് ഉള്ള ഒരു മൂവിയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താണെന്നോ അതിന്റെ കണ്ടന്റ് എന്താണോ അതൊക്കെ വളരെ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു പക്ക വയലന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവി, അത് അടിപൊളി തന്നെ ഒരു പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. ആ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ആൻഡ് പ്രസന്റേഷൻ തന്നെയാണ്. വേറെ ലെവലാണ്. ഒരു പക്ക ഹോളിവുഡ് ആക്ഷൻ മൂവി കാണത്തില്ല, അല്ലെങ്കിൽ ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു കൊറിയൻ മൂവിക്ക് നമ്മൾ കാണത്തില്ലേ, ആ ഒരു വൈബാണ്. ചില ഫ്രെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കര ബ്ലഡ് ബാത്ത് ഒക്കെ നിൽക്കുന്നത്. നമ്മൾ ചില കൊറിയൻ മൂവീസ് ഒക്കെ കാണത്തില്ലേ, ഭയങ്കര ബ്ലഡ് ബാത്ത് ആയിട്ട് ഒരു ക്യാരക്ടർ നിൽക്കുന്നതും അങ്ങനത്തെ കുറെ ഫ്രെയിംസ്, അങ്ങനത്തെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഫ്രെയിംസും സീക്വൻസ് ഒക്കെ ഈ ഒരു മൂവിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കൊറിയൻ മൂവീസ് മാത്രമല്ല, നമ്മളെ KGF ആയാലും ലിയോ ആയാലും റൈഡ് ആയാലും അങ്ങനത്തെ ഒരുപാട് മൂവീസിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള ഒരുപാട് ഷോർട്സും ഒരുപാട് ആക്ഷൻ സീക്വൻസും ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. സിനിമയുടെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. റിവെഞ്ച് ആണ്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. കാരണം നമുക്ക് സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഈ മൂവി, എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, ആ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഈ ഒരു മൂവി മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്രൂട്ടൽ വയലൻസ്. ഒരു ഇന്ത്യൻ മൂവീസ് ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരുപാട് ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ് സീക്വൻസ് ഒക്കെ പ്രസന്റ് ചെയ്യണമെന്നാണ്. ആ ഒരു കാര്യം അവർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഒരുപാട് ഏരിയാസിൽ അത്രയ്ക്ക് അങ്ങ് വർക്ക് ആയിട്ടില്ല. ക്യാരക്ടർ പ്രസന്റേഷനും അതൊക്കെ നൈസാണ്. പക്ഷെ ഇവരുടെ സ്റ്റോറി ടെയിലിംഗ് ഉണ്ടല്ലോ, ടൈം എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ സിമ്പിൾ സ്റ്റോറി ആണെങ്കിലും ഇവർ ആ ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ഇവന്റ്സ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, സിനിമ കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നി. കാരണം അവിടെ വരുന്ന വയലൻസ് സീക്വൻസ് ഒക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള, അല്ലാതെ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ളതൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളത് തന്നെ. പക്ഷെ ആ ഒരു മൂവിയുടെ ആ ഒരു ഇന്റർവൽ പോർഷനിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടോ മാൻ, അവിടെ നിന്ന് തുടങ്ങും വയലൻസ് എന്താണെന്നുള്ളത്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ വയലന്റ് ആയിട്ടുള്ള സീക്വൻസും ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലാണ്. അമ്മാതിരി ഐറ്റം ഉണ്ട്. ഒരു ഇന്ത്യൻ മൂവീസിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത തരത്തിലുള്ള വയലൻസ് ആയിട്ടുള്ള, ബ്രൂട്ടൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള വയലൻസ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ ഒരുപാടുണ്ട്. ലോല ഹൃദയങ്ങളായിട്ടുള്ളവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലഡ് കണ്ടാൽ തന്നെ തലയിറങ്ങി വീഴുന്നത്, അല്ലെങ്കിൽ ചെറിയ വയലൻസ് തന്നെ താങ്ങാൻ പറ്റാത്ത ടീംസ് ഒക്കെ ഈ ഒരു തിയേറ്ററിന്റെ 7 അയലത്ത് പോരുത്. നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല, ഷുവറാണ്. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ചില സീക്വൻസ് ഒക്കെ ഓക്കെ ഫൈൻ എന്ന് തോന്നും. പക്ഷെ ആ ഒരു ഇന്റർവൽ പോർഷന് തുടങ്ങും മാൻ, ബ്ലഡ് ബാത്ത് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ചോരയിൽ ഇങ്ങനെ കൊളിച്ചു നിൽക്കും ഉണ്ണിമൂന്തൻ. ആ ലെവലിലുള്ള ഐറ്റംസ് ആണ്. പിന്നീട് അങ്ങോട്ട് എന്തിനാണ് ഈ ഒരു മൂവിക്ക് A സർട്ടിഫിക്കറ്റ് കിട്ടിയത്, അല്ലെങ്കിൽ മോസ്റ്റ് വയലന്റ് മലയാള മൂവി എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണെന്നൊക്കെ ഈ സെക്കൻഡ് ഹാഫ് പറയുന്നുണ്ട്. അമ്മാതിരി ലെവലായിട്ടുള്ള ഐറ്റംസ് ആണ്. മലയാളം പോട്ടെ, ഒരു ഇന്ത്യൻ മൂവിയിൽ ഈ ഒരു സിനിമയിലെ ഒരു പ്രീ ക്ലൈമാക്സോ അല്ലെങ്കിൽ ഫൈനൽ ക്ലൈമാക്സ് പോർഷൻസിൽ വരുന്ന സീക്വൻസ് പോലെ ഒരു മൂവിയിലും കാണത്തില്ല. ആൻഡ് എസ്പെഷ്യലി ആ ഒരു സെക്കൻഡ് ഹാഫിലുള്ള മിക്ക ഫൈറ്റ് സീക്വൻസ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബിൽഡിങ്ങിലെ ഒരു ഫുൾ സ്റ്റെയർ കേസിൽ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. എന്റെ മോനെ കിടിലോ എന്നൊക്കെ പറഞ്ഞ നമ്മൾ ചില കൊറിയൻ മൂവീസും ഹോളിവുഡ് മൂവീസും അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ മൂവീസും കാണത്തില്ലേ, ആ ഒരു വൈബിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ആൻഡ് ക്ലൈമാക്സ് പോർഷനിൽ വരുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് അതും അടിപൊളിയായിരുന്നു. അതിന്റെ റെഫറൻസ് വേണമെങ്കിൽ നമുക്ക് ലിയോ എന്ന് വേണമെങ്കിൽ പറയാം. ആ ലിയോയിലുള്ള ഒരു ക്ലൈമാക്സ് പോർഷൻ തലപതി പോകുന്ന അതേ രീതിയാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രസന്റേഷനും അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സിക്യൂഷനും ആ ഒരു ഫൈറ്റും വയലൻസ് ഒക്കെ വേറെ ട്രാക്കാണ്. ചില ഏരിയാസിൽ നമുക്ക് തോന്നും ചില ഫൈറ്റ് സീക്വൻസ്, എസ്പെഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു സ്റ്റെയർ കേസ് കയറി പോകുന്നത്, അത് നമ്മൾ പല മൂവീസിലും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലൈമാക്സ് ആയാലും പ്രീ ക്ലൈമാക്സിൽ വരുന്ന പോർഷൻ, അതൊക്കെ നമ്മൾ ഓൾറെഡി പല മൂവീസിൽ കണ്ടതാണെങ്കിലും ഈ ഒരു മൂവിയിലോട്ട് വരുമ്പോൾ ഇതിന്റെ ആയിട്ടുള്ള സ്റ്റൈലാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നൈസ് ആണ്. ആൻഡ് ഈ ഒരു എൻറ്റയർ മൂവിയിലെ ഒരു എന്ത് പറയാ, ബ്രൂട്ടലിന്റെ ഒരു എക്സ്ട്രീം ലെവലൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സീക്വൻസ് എന്ന് പറയുന്ന ഒരു പ്രീ ക്ലൈമാക്സ് പോർഷൻ ആണ് മാൻ. അവിടെ വരുന്ന ഒരു ബ്രൂട്ടൽ സീക്വൻസ് ഉണ്ട്. നോർമൽ ആയിട്ടുള്ള ഒരു ഓഡിയൻസ്, അല്ലെങ്കിൽ വയലൻസ് ഒന്നും ഇഷ്ടപ്പെടാത്തവർ, അല്ലെങ്കിൽ വയലൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇറങ്ങി ഓടുന്ന ആൾക്കാർക്കൊന്നും ആ ഒരു സീനിന്റെ ഒരു സെക്കൻഡ് പോലും കണ്ടിരിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ലെവലുണ്ട്. നമ്മളൊന്നും ഒരിക്കലും ഒരു മലയാള മൂവിയിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇന്ത്യൻ മൂവിയിലോ ഒരിക്കലും ഇതുവരെ ട്രൈ ചെയ്യാത്ത രീതിയിലുള്ള വയലൻസ് ആണ് ഈ ഒരു മൂവിയുടെ പ്രീ ക്ലൈമാക്സിൽ വന്നിരിക്കുന്നത് മാൻ. അതൊക്കെ പൊളി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഐറ്റം ആയിരുന്നു. ആൻഡ് ക്യാരക്ടേഴ്സിന്റെ പ്രസന്റേഷൻ എടുത്ത് പറയണമെങ്കിൽ ഉണ്ണിമുകുന്ദൻ ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ ബ്ലാക്ക് കോട്ടിൽ ആ ഒരു സിഗാറും വലിച്ചു വരുന്ന ഒരുപാട് സീക്വൻസ് ഉണ്ട് മാൻ. അതൊക്കെ പൊളി എന്നൊക്കെ പറഞ്ഞാൽ വൻ പൊളിയാണ്. അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സും, ഞാൻ ഉണ്ണിമുകുന്ദന്റെ ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെക്കാളും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ജഗദീഷിന്റെ ആ ഒരു ക്യാരക്ടർ കാണായിരുന്നു. പുള്ളിക്കാരൻ വാസ് ലൈക്ക് ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു വില്ലനിസവും ആ ഒരു ഡയലോഗ് ഡെലിവറിയും, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ പുള്ളിക്കാരൻ പ്രസന്റ് ചെയ്തിരിക്കുന്നതും, ആ ഒരു ക്യാരക്ടറിന്റെ ബ്രൂട്ടാലിറ്റിയും, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, അതൊക്കെ ഈ സിനിമയിൽ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വന്നു പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിക്ക് തന്നെ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വർക്കാവാതെ പോയ ഒരു 2 ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു മാർക്കോടെ ഫിയാൻസി ആയിട്ട് വരുന്നൊരു ക്യാരക്ടർ ഉണ്ട്, അല്ലാതെ വേറൊരു നായിക വരുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെ പെർഫോമൻസ് ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഡൗൺ ആയതുപോലെ എനിക്ക് തോന്നി. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും, കുറച്ച് ചെറിയ കുട്ടികളുണ്ടായിരുന്നു, അവർ പോലും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ മേക്കിംഗ്, ആ ഒരു സിനിമാറ്റോഗ്രാഫി ആയാലും മ്യൂസിക് ആയാലും കളറിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് സിനിമാറ്റോഗ്രാഫി ചില ഏരിയാസിലുള്ള ഷോട്ട്സ് ഒക്കെ
പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതൊക്കെ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെക്നിക്കൽ സൈഡ് നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യം ഒന്നുകൂടി ഞാൻ എടുത്ത് പറയാം, ലോല ഹൃദയങ്ങളും അല്ലെങ്കിൽ ബ്ലഡ് കണ്ട് അപ്പോൾ തന്നെ കറങ്ങി വീണ അല്ലെങ്കിൽ ചെറിയൊരു വയലൻസ് സീക്വൻസ് പോലും താങ്ങാൻ പറ്റാത്ത ഒരാൾ പോലും ഈ ഒരു സിനിമ കാണരുത്. വയലൻസ് എന്നൊരു പേരിൽ ചുമ്മാ കുറെ ബ്ലഡ് അവിടെ ഇവിടെ വാരി വലിച്ച് അല്ലെങ്കിൽ കുറെ വെട്ടുകത്തിയെടുത്ത് കുറെ വെട്ടി കുറെ ഗണ്ണെടുത്ത് വെടിവെക്കുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് വയലൻസ് അല്ല ഈ ശരിക്കുള്ള മൂവിയിലുള്ള വയലൻസ് എന്നുള്ള ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഈ ഒരു മൂവിയിലെ വയലൻസ് അത് പ്രോപ്പർ ആയിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാണുന്ന ഓരോ ആൾക്കാർക്കും അത് കണക്ട് ചെയ്യും. ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കുറച്ച് ഡള്ളാണ്. ഇപ്പൊ വയലൻസ് ആയാലും ആ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ ആയാലും ഒരു സ്ലോ പേസ് അല്ലെങ്കിൽ ഒരു ഡൗൺ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ആ ഒരു ഇന്റർവൽ പോർഷൻ തൊട്ട് ആ ഒരു എൻറ്റയർ മൂവി വേറൊരു ട്രാക്കിലോട്ട് തന്നെ മാറുന്നുണ്ട്. ആൻഡ് പിന്നീട് ലോജിക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. കാരണം മുന്നിമുഖത്തിന്റെ ഒരു 2-3 ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അങ്ങനെ ഒരു വലിയൊരു ക്രൗഡിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. അതൊക്കെ ലോജിക്കായിട്ട് ചിന്തിക്കാൻ പോയി പിന്നെ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടേ വരത്തുള്ളൂ. പക്ഷെ അതല്ലാതെ ആ ഒരു എക്സ്പീരിയൻസ് വൈസ് നോക്കുവാണെങ്കിൽ മാൻ അടിപൊളിയാണ്. ആ ഒരു ഫസ്റ്റ് ഹാഫും കൂടി ആ ഒരു വൈബും ആ ഒരു വയലൻസും ആ ഒരു സ്റ്റോറി ലൈനും കുറച്ചും കൂടി ഡെപ്ത് ഒക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ഒരു എൻറ്റയർ മൂവി തന്നെ വേറെ ലെവലിലോട്ട് മാറിയേനെ. സോ എന്തായാലും കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.